ഇന്നത്തെ നമ്മുടെ പരിപാടി പച്ചമുളക് കൊണ്ട് അല്ല ചുവന്ന മുളക് കൊണ്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുക. ഇവിടെയൊക്കെ ചില്ലി ഫ്ലേക്സിന് ഒടുക്കത്തെ പൈസയാണ്. ഞങ്ങളിന്ന് ലിഡ്ലി പോയി കഴിഞ്ഞപ്പോൾ ചുവന്ന മുളക് ഭയങ്കര പൈസ കുറഞ്ഞ് കിട്ടി. അപ്പോൾ ജസ്റ്റ് ഒരു കിലോ മേടിച്ചു. ഒന്നല്ലല്ലോ 1.5 കിലോയോ ഏകദേശം അത്രയും മേടിച്ചു. അപ്പം ഇത് ഉണക്കാൻ ഈ ഫിൻലൻഡിൽ യാതൊരു വഴിയില്ല. അതും ഈ തണുപ്പ് കാലത്ത് ഏകദേശം -10 കണ്ട ഇപ്പോൾ ടെമ്പറേച്ചർ. നമുക്കിത് ഉണക്കിയില്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഓവനിൽ വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു. ഓവനിൽ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ഇല്ല 1.5 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല രീതിയിൽ നമ്മൾ ഈ നാട്ടിൽ മുളക് ഉണക്കാൻ വെക്കുമല്ലോ, അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടും. അതെടുത്തിട്ടുണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയാവും. വെറുതെ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കേണ്ട, ഓഫറിൽ കിട്ടി കഴിയുമ്പോഴത്തേക്ക് മേടിക്കുക ചെയ്യുക. അപ്പം നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 50-ൽ ഫാനാണ് ഇട്ടുന്നത്. ഏകദേശം 10-15 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് നമ്മൾ ഇത് അങ്ങോട്ട് ഇറക്കി വെക്കണം. അപ്പോൾ ഇത് ശരിക്കും ഉപകാരമുള്ളത് പുറത്തുള്ള ആൾക്കാർക്ക്, നല്ല പൈസ കൊടുത്ത് ഈ മുളക് മേടിക്കുന്ന ആൾക്കാർക്കാണ്. നമുക്കിനി എന്തായാലും ഓവനിൽ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ബാക്കി വീഡിയോ ആയിട്ട് കാണാം. സംഭവം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടി. അങ്ങനെ ചുവന്ന കളറെല്ലാം കൂടെ കിടക്കാൻ എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട്. നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ട് തിരിച്ചിടണം, എന്നിട്ട് പിന്നെയും വെക്കണം. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ സംഭവം റെഡിയാവും. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു 35-40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായി എന്ന് നോക്കിയിട്ടൊന്ന് മറിച്ചിടാം. നല്ല മണം വരുന്നുണ്ട്. ഒന്നും ആയില്ല, മറിച്ചിടാന്നുള്ളൂ. എല്ലാം മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. കാരണം നമ്മുടെ ടെമ്പറേച്ചർ ഏറ്റവും കുറച്ചാണ് ഇട്ടേണത്. പയ്യെ ആവുള്ളൂ. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഏകദേശം 1-2 മണിക്കൂർ എടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ സാധനം ഏകദേശം ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ ചൂടില്ല, ഞാൻ കുറച്ച് ഓഫാക്കിയിട്ട് കുറച്ച് നേരമായിരുന്നു. ഇത് കാണാൻ വേണ്ടി ലൈറ്റിട്ടാണ്. ഇതിങ്ങനെ ഒടിച്ച് കഴിയുമ്പോഴത്തേക്ക് സംഭവം ഇങ്ങനെ അടിപൊളിയായിട്ട് ഒടിയുന്നുണ്ട്. കണ്ടാ, സെറ്റായി. അങ്ങനെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായി എന്നാണ് അർത്ഥം. നമുക്കിതിങ്ങനെ എടുത്ത് അടുത്തത് മിക്സിയിലിട്ട് അങ്ങോട്ട് പൊടിക്കാം. നമ്മൾ ആദ്യം ഉണക്കാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാധനം കളഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി അടിക്കുമ്പോഴത്തേക്ക് ഇത് കളഞ്ഞിട്ട് ഇതിനകത്ത് ഇടണം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ നമ്മുടെ ചുവന്ന മുളകും കൊണ്ട് ഇങ്ങനെ ഓവനിൽ വെച്ചിട്ട് ക്രഷ്ഡ് ചില്ലി ഉണ്ടാക്കണത് ഇല്ലാന്ന് തോന്നുന്നു. മലയാളികളുടെ വീഡിയോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. നമ്മൾ എന്തോരം പിടിച്ചാലേ ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത് 1.5 കിലോ കണ്ട് ഉണ്ടാക്കിയതാണ്. ഇത്രേ ഉള്ളൂ അവസ്ഥ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോകൾ കുറേ ഇട്ടിട്ടുണ്ട്, ഫിൻലൻഡിലെ കുറേ കാഴ്ചകളൊക്കെ. അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പോയി കാണുക. എന്നാൽ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.